ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തീവ്രമായിട്ട് സ്നേഹിക്കാനും ഒബ്സസ്ഡ് ആകാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു കാൻഡിൽ ഗേസിങ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് രാത്രിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. മുറിയിലാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് ചെയ്യുന്നതിനായിട്ട് നിങ്ങളൊരു മെഴുകുതിരി സംഘടിപ്പിക്കുക. അത് ഏത് കളർ മെഴുകുതിരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ചെറുതാണെങ്കിലും വണ്ണം ഉള്ളതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ടോട്ടൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി 7 days ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ദിവസം നിങ്ങൾക്കൊരു 2-3 മിനിറ്റ്സോളം കത്തിക്കാൻ പറ്റുന്ന മെഴുകുതിരി വാങ്ങിച്ചു കഴിഞ്ഞാൽ 7 ദിവസവും ഈ സെയിം മെഴുകുതിരി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒറ്റൊന്ന് മേടിച്ചാൽ മതി. ചെറുതാണെങ്കിൽ ചിലപ്പോൾ ഇടയിൽ വെച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും വേറെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വണ്ണം ഉള്ളത് മേടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 7 daysഉം ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ മുറിയിൽ ടേബിളിൽ എവിടെയെങ്കിലും ഈ മെഴുകുതിരി കത്തിച്ചു വെക്കുക. കംഫർട്ടബിൾ ആണ്, സേഫാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങൾ കണ്ണടച്ചിട്ട് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയും കത്തിപ്പിടിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കെയർ ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്യാൻ. മെഴുകുതിരി കത്തിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ണുകൾ അടക്കുക. ആ മെഴുകുതിരി മാത്രമായിരിക്കണം ആ റൂമിൽ ഉണ്ടായിരിക്കേണ്ടത്. വേറെയുള്ള ലൈറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുക. ആ തീനാളത്തിലോട്ട് നമുക്ക് അറ്റൻഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കത്തിച്ചു വെച്ചതിന് ശേഷം കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളൊരു 20 ബ്രീത്തിങ് ചെയ്യുക. സ്ലോലി മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ 20 ബ്രീത്ത് എടുത്ത് വിട്ടതിന് ശേഷം നിങ്ങൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. കണ്ണുകൾ അടച്ചിരിക്കുകയായിരിക്കും. കണ്ണുകൾ തുറക്കാതെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ മുഖം മനസ്സിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ആ വ്യക്തിയോട് നിങ്ങൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഐ ലവ് യു കാവ്യ. ഞാനിവിടെ കാവ്യ എന്നുള്ള ഒരു പേര് എക്സാമ്പിളായിട്ട് എടുത്തതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ പേരാണ് ഐ ലവ് യു എന്നുള്ളതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഐ ലവ് യു കാവ്യ എന്ന് ഒരു 7 തവണ നിങ്ങൾ മനസ്സിൽ പറയാം. ഓക്കെ, 7 തവണ പറഞ്ഞതിന് ശേഷം പ്ലസ് നിങ്ങൾ കണ്ണ് ഓപ്പൺ ചെയ്യാം. കണ്ണ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ തീനാളത്തിലോട്ട് ശ്രദ്ധിക്കുക. മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് ഇങ്ങനെ ഗെയ്സ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റോളം അതിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ആ തീനാളത്തിലോട്ട് നോക്കിയിരിക്കുക. ഒന്ന് ഫോക്കസ്ഡ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരു അഫർമേഷൻ പറയുന്നുണ്ട്. അത് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങളിത് ചെയ്യാൻ. ആ അഫർമേഷനിലും ഒരു പേര് യൂസ് ചെയ്യുന്നുണ്ട്. ആ പേര് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ അഫർമേഷൻ ഞാനൊന്ന് പറയാം. ഇതാണ് അഫർമേഷൻ: കാവ്യ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. ഇനി ഒരു സ്ത്രീയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പുരുഷന്റെ പേരായിരിക്കും ഓപ്പോസിറ്റ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അർജുൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയും നന്ദിയുള്ളവളുമാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അഫേം ചെയ്യേണ്ടത്. ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പുരുഷനാണെങ്കിൽ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ളത് യൂസ് ചെയ്യാം. സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ സന്തോഷവതിയും നന്ദിയുള്ളവളുമാണ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഭാഗത്ത് പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ അഫർമേഷൻസ് 21 തവണയാണ് മനസ്സിൽ പറയേണ്ടത്. ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞ് പേര് പറയുന്നത് 7 times ആണ്. അത് കണ്ണടച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം 1 മിനിറ്റോളം തീനാളത്തിലോട്ട് നോക്കിയതിന് ശേഷം ഫോക്കസ്ഡ് ആയിട്ട് വേണം നിങ്ങൾ 21 തവണ ഈ അഫർമേഷന് പറയാൻ. ഓക്കെ, ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് ഫോക്കസ് തെറ്റിക്കാം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? അത് ഊതിക്കെടുത്താം. ഊതിക്കെടുത്തതിന് ശേഷം അന്നത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. മെഴുകുതിരി സേഫായിട്ട് എടുത്ത് വെക്കുക. നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ ഇതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് കത്തിച്ചു വെച്ചിട്ട് ഈ സെയിം സ്റ്റെപ്സ് തന്നെ ചെയ്യാം. അങ്ങനെ ടോട്ടൽ ഒരു 7 days രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ചെയ്യാം. 100% ആ വ്യക്തി ഒബ്സസ്ഡ് ആവും, നിങ്ങളെ കൂടുതൽ തീവ്രമായിട്ട് സ്നേഹിക്കും. ഇനി ആ വ്യക്തി പെട്ടെന്ന് നിങ്ങളെ ചേസ് ചെയ്യണം, ആ വ്യക്തി നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, തീവ്രമായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ 7 days തന്നെ നിങ്ങൾ രാവിലെ എണീറ്റ്, രാത്രിയാണല്ലോ ഈ ടെക്നിക്ക് ചെയ്യുന്നത്, അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് ഒരു അഫർമേഷൻ ഉണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറഞ്ഞിട്ട് നിങ്ങൾ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ ചേസിങ് അഫർമേഷൻ വേണ്ട ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്നൊന്ന് ടെക്സ്റ്റ് ഇടുക. അപ്പോൾ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ആ അഫർമേഷൻ അയച്ചു തരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം മെസ്സേജ് ഇടാൻ. ഓക്കെ, അപ്പോൾ അത് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നൽകുന്ന ഒരു അഫർമേഷനാണ്. അതിൻ്റേതായിട്ടുള്ള പവർ ആ അഫർമേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ അഫർമേഷൻ കൂടി മോർണിംഗിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. ആ വ്യക്തി കൂടുതലായിട്ട് അഡിക്റ്റഡ് ആവും, ഒബ്സസ്ഡ് ആവും, അതുപോലെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് സ്നേഹവും സന്തോഷവും ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.